അപ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലെ വർണ്ണവും വർഗ്ഗവും ഒക്കെ വ്യത്യാസമായിട്ടുള്ളൊരു രാജ്യം വേറെ ഇല്ല. പക്ഷേ ഇവിടെ ഫോൾ സീസൺ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും പ്രകൃതിയിൽ ആ കളേഴ്സ് ശരിക്കും മനസ്സിലാവും. അതുപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതൊക്കെ വളരെ വ്യത്യസ്തരായിട്ടാണല്ലേ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണിത്. ഈ വഴി നമുക്ക് ഫോൾ സീസണിൽ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റൂ. ഈ ഒരു ഫോൾ സീസണിൽ ഈ കളേഴ്സ് കാണാൻ വേണ്ടി മാത്രം ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ സൺഡേ ആണ്, രണ്ടാമത്തെ മൺഡേ ആണ് ഇവിടെ താങ്ക്സ് ഗിവിങ് ആഘോഷിക്കുന്നത്. നമുക്ക് പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയാം ഓരോ വർഷത്തിൻ്റെയും. നമ്മളിവിടെ സേമിയ പായസം ഉണ്ടാക്കിയപ്പോൾ കാരമലൈസ് ചെയ്ത ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ പാല് വറ്റിക്കാനായിട്ട് നന്നായിട്ട് ഇങ്ങനെ നിന്ന് ഇളക്കി വറ്റിക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള പായസമായിരുന്നു. ശരിക്കും നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആൻഡ് വളരെ ഡെലീഷ്യസ്. പിന്നെ നമ്മൾ ഏലക്കായ ഒന്ന് പൊടിച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് മുന്തിരിയും വറുത്തിട്ടു. അങ്ങനെ നമ്മളിന്ന് താങ്ക്സ് ഗിവിങ് ആഘോഷിച്ചു. സെക്കൻഡ് മൺഡേ ഓഫ് ഒക്ടോബറിലാണ് താങ്ക്സ് ഗിവിങ് കാനഡയിൽ ആഘോഷിക്കുന്നത്. അതുപോലെ US നവംബറിലാണ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ താങ്ക്സ് ഗിവിങ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഫസ്റ്റ് നാഷണൽ ഹോളിഡേ ആസ് താങ്ക്സ് ഗിവിങ് ഈസ് 1859 നാഷണൽ പരേഡ് അതുപോലെ പബ്ലിക് പ്രയർ ഒക്കെ ആയിട്ടായിരുന്നു മുമ്പ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പള്ളിയിലാണെങ്കിൽ സ്പെഷ്യൽ പ്രയറുകളും അതുപോലെ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വളരെയധികം സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. അതുപോലെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അതുപോലെ ഫുഡൊക്കെ കഴിച്ചു. അതുപോലെ നമ്മൾ പായസം ഉണ്ടാക്കി. നമ്മളെപ്പോലെയുള്ള പ്രവാസികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണിന്ന്. നമ്മൾ പ്രവാസികളെല്ലാം ദൈവത്തിന് വളരെയധികം നന്ദി പറയേണ്ട ഒരു ദിവസം കൂടിയാണ്. നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവരുടെ സേഫ് അറൈവലിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഹാർവസ്റ്റ് സീസൺ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുമാണ് അവരിങ്ങനെ ഒരു ദിവസം ഓരോ വർഷവും ആഘോഷിക്കുന്നത്. അപ്പം നമുക്കും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും ദൈവത്തിന് നന്ദി പറയാം.